ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം LPUP 2027 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയൊക്കെ പഠിക്കണം, സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ റഫായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ മെസ്സേജ് വരാത്തവർ നിരാശപ്പെടേണ്ട, പഠിച്ചിട്ട് മാർക്ക് ലഭിക്കാത്തവരൊന്നും നിരാശപ്പെടേണ്ട, നമുക്ക് ഇനി അടുത്തതിന് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് 2027 വരാൻ പോകുന്ന LPUP എക്സാമിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ പറയണേ സിലബസ് വൈസ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാമോ, ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുമോ, അങ്ങനെ പല കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്, അതിന് മുന്നോടിയായിട്ട് ചെയ്ത വീഡിയോസാണ് ഇതെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ഒരു സിലബസ് വൈസ് ആയിട്ട് ആ ഒരു ഓർഡറിൽ ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കാരണം ഈ LPUPക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുമായിരുന്നല്ലോ. അപ്പം നമുക്ക് വേറൊരു എന്താ പറയുക ചാനലിൽ ക്ലാസ്സുകളൊന്നും പ്രോപ്പറായിട്ട് നോട്ട് ഉണ്ടാക്കി നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം, ശേഷം റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതൊരു പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിടാൻ കഴിയില്ലല്ലോ, കാരണം എന്നെപ്പോലെ പഠിക്കുന്നവരായിരിക്കുമല്ലോ ഈ വീഡിയോസ് കാണുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം കൂടെ പഠിക്കാൻ ആരുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം ഓൺലൈൻ ക്ലാസ് ആണല്ലോ, ഓഫ്ലൈൻ ക്ലാസ് പോയിട്ട് അവിടെ നിന്ന് നിർത്തി പോരേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് കയറി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, കൂടെ പഠിക്കാനൊന്നും ആരും ഇല്ലാത്തപ്പോൾ എനിക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചാനൽ ക്ലിക്ക് ആവണമെന്നോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ കുറേ പേരൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, പിന്നെയും വീഡിയോ ചെയ്യണം എന്നായി. അപ്പോൾ കുറച്ചും കൂടി ഞാനും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചാനൽ എന്നെ ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഠനത്തിൽ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോന്നും, അയ്യോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പം ഞാൻ ഒരു മാസത്തെ ബ്രേക്കൊക്കെ എടുക്കുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ. പിന്നെ എപ്പോഴൊക്കെയോ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒന്നോ രണ്ടോ ഒക്കെ മാക്സിമം പോയാൽ. എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും ആ സമയത്ത് വരാറില്ലായിരുന്നു. ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെൻ്റെ പഠനത്തെയൊക്കെ ബാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു റിസ്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് പക്ഷേ നെഗറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പഠിക്കുമ്പോൾ ഒക്കെ അതൊക്കെ ഓർമ്മയൊക്കെ വരും. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് അത്തരത്തിലുള്ള കമൻസ് ഒന്നും വന്നില്ല. ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മോളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പോസ് ചെയ്ത് അങ്ങനെയൊക്കെ കളിപ്പിക്കണം നമ്മൾ. അപ്പോൾ അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ കേൾക്കുന്നവർക്ക്. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓടിപ്പിടിച്ച് ആർക്കോ വേണ്ടി വെറുതെ തീർത്തിട്ട് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമുക്കൊരു വിഷമമാവും. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് എഫേർട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും പല വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്കിങ്ങനെ പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി അങ്ങോട്ടും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തത് ഇത് എൻ്റെ ഒരു ജോലിയല്ലല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണല്ലോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഇഷ്ടമാണ്. അറിയുന്ന കാര്യങ്ങൾ കേട്ടോ, അറിയാത്ത കാര്യങ്ങൾ പറയുമ്പം കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം എന്നോട് ആവശ്യപ്പെടുകയാണ് 2027 വേണ്ടി ഇപ്പോഴേ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് ചോദിച്ചാൽ, ഞാൻ തുടങ്ങും എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണ്ടേ. എനിക്ക് പകുതി വഴിയിൽ വെച്ചിട്ട് അങ്ങനെ നിർത്തി പോകുമ്പം എനിക്കത് തന്നെ ഒരു വിഷമമായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേറ്റർ തരുന്ന പോലെ ക്വാളിറ്റിയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ്.
ഇപ്പം LP UPക്ക് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനിനി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവാണ്. ഞാൻ ഇന്ന് സൈലത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നവംബർ 6 അത് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഇനി എൻ്റെ മൈൻഡിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ എനിക്ക് ടെൻഷനാണ്. എന്തിനും ഏതിനും എനിക്ക് ടെൻഷൻ കുറച്ച് ഉള്ള ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളായിരിക്കും ഇനി എൻ്റെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പം ആ സമയത്ത് എനിക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്കതൊരു വിഷമാവും. അപ്പം എനിക്കിങ്ങനെ ചിലപ്പോൾ കമൻ്റൊക്കെ വരില്ലേ, എന്താ ക്ലാസ് ഇടാത്തെ, വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറയുമ്പം നമുക്ക് കാട്ടിക്കൂട്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിലബസ് വൈസിൽ ആ ഒരു ഓർഡറിൽ ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കും ഷുവർ എന്ന് പറയാൻ എനിക്കൊരു ചെറിയൊരു മടി. എന്നിട്ട് ഞാൻ ക്ലാസ്സുകൾ ഇടാം എന്ന് ഓക്കെയൊക്കെ പലരോടും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ LP UPക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ പലരും സ്വന്തം വീട്ടിലേക്ക് വരും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഞാൻ അതുപോലെ വന്ന് നിന്ന് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് നന്നായിട്ട് ചെയ്തിടാനും തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒരു മാസമൊക്കെ ബ്രേക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണ്. അപ്പോൾ തന്നെ പലരും ഇതെന്താ തീരെ ക്ലാസ്സൊന്നും ഇടാത്തതെന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് അവിടുന്ന് നോട്ട് ഉണ്ടാക്കാനോ ക്ലാസ് റെക്കോർഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും സാധിക്കാറില്ല. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യാമെന്ന് പറയുമ്പം സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഞാനത് ഒരു റൂമിൽ അടച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം കുഞ്ഞു കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങൾക്കായിരിക്കും അത് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, സൗണ്ടും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം. അപ്പം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം ഇവിടെ ആകുമ്പം, എൻ്റെ വീട്ടിലാകുമ്പം എനിക്കതൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും ഇവിടെ തന്നെ അല്ലല്ലോ ഉണ്ടാവുക. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ക്ലാസ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. പക്ഷേ ഞാൻ ഈ ചാനൽ വീഡിയോസ് ഇടുന്നത് നിർത്തുമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ഏതായാലും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ, 5, 6, 7 ക്ലാസ്സുകളിലെ സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് SCRT ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ഉണ്ടല്ലോ. SCRT അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി LP UP എന്നല്ല, ഏത് എക്സാം ആയാലും SCRT ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 മുതൽ 10 വരെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് എല്ലാ പാഠഭാഗത്തിലൂടെയും കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അത് റിവിഷൻ ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഇപ്പോഴേ പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് മാറിയിട്ടൊക്കെ ഉണ്ട്. ചിലതൊക്കെ 5, 7, 9 പാഠഭാഗങ്ങൾ മാറിയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം പഠിക്കാൻ തുടങ്ങാൻ. അപ്പോൾ പലരും ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ സയൻസ് ബേസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുക മറ്റ് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ സയൻസ് ആയിരിക്കും. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. കൂടാതെ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നമുക്ക് കഴിഞ്ഞ LP UPക്ക് പഠിച്ചതുകൊണ്ട് കുറച്ചറിയാമെന്നല്ലാതെ ഞാൻ ആ ഒരു സബ്ജക്റ്റിലൊന്നും അഗ്രഗണ്യമായിട്ടുള്ള ആളല്ല. അപ്പം മാത്സ് ഒക്കെ ഇപ്പം നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, സിമ്പിൾ ട്രിക്സും ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മാത്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ടൈം പോവും. അതുകൊണ്ടാണ് നമ്മൾ മാത്സ് ഒക്കെ അങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇസ്മായിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ എന്താണ് ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുക. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ എത്ര ക്ലാസ് കണ്ടാലും ചിലപ്പം എക്സാം ഹാളിൽ ഇരിക്കുമ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഉത്തരത്തിലേക്ക് എത്തണമെന്നേ ആ സമയത്ത് തോന്നാറുള്ളൂ. അപ്പം ഞാൻ ചിലപ്പം ഓപ്ഷൻ ഇങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ വഴിക്കണക്ക് പോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. കാരണം പെട്ടെന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. ചിലർക്ക് അതായിരിക്കും ഓർമ്മ വരിക, കാരണം അത് പ്രാക്ടീസ് ചെയ്തവർക്ക് എന്തായാലും ആ സിമ്പിളായിട്ടുള്ള ട്രിക്സൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. അങ്ങനെ വരുന്നവർക്ക് അത് സിമ്പിളായിരിക്കും. ഓക്കെ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ട്രിക്സും കാര്യങ്ങളൊന്നും ഒരു PSC അധ്യാപകനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ലല്ലോ. നമ്മൾ എങ്ങനെയാണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനേ എനിക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് PSC പഠിച്ച ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. ഞാൻ ആകെ 7-8 മാസമാണ് PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രിക്സ് ഒന്നും പറഞ്ഞു തരാൻ ഇംഗ്ലീഷിൻ്റെയോ മലയാളത്തിൻ്റെയോ മാത്സിൻ്റെയോ ഒന്നും എനിക്കറിയില്ല. പറഞ്ഞു തരാൻ എനിക്കറിയാം. ഈ PSC റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ഇല്ലേ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, അതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം പോവാത്തത്. അല്ലാതെ അറിഞ്ഞുകൂടായിട്ടല്ല കേട്ടോ. അതേപോലെ തന്നെ സയൻസ് പഠിച്ചതുകൊണ്ട് തന്നെ സയൻസ് കുറച്ചും കൂടി ചിലപ്പം ഡീപ്പായിട്ട് പറഞ്ഞുതരാൻ സാധിച്ചേക്കാം. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ കൂടുതലായിട്ട് ഞാൻ ചാനലിൽ ഇടാറുണ്ട്. അത് ഇനി അങ്ങോട്ട് ചെയ്യാനും ഞാൻ ശ്രമിക്കും. പറ്റുന്ന പോലെ സിലബസ് വൈസ് ടോപ്പിക്കുകൾ ഞാൻ അവൈലബിൾ ആവുമ്പോഴൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ തീരെ വീഡിയോസ് ചെയ്യില്ല എന്ന് എനിക്ക് പറയാനിട്ട് കഴിയേയില്ല. കാരണം ഈ ചാനൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടായ്മേനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് ചില ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാനൽ അങ്ങനെ വിട്ട് കളയാൻ കഴിയുകയില്ല. പലരുടെയും പേരിലൂടെയൊക്കെ പലരെയും കണ്ട പോലെയുള്ളൊരു ഫീലിംഗാണ് എനിക്കിതിൽ കമൻസിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. സോ വീഡിയോസ് ഉണ്ടാവും ചാനലിൽ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിലൊക്കെ കിട്ടുന്ന പോലെ എക്സാമും ക്ലാസ്സും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഓക്കെ പറയാത്തത്. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ സയൻസ്, പറ്റിയാൽ മാത്സും സോഷ്യലൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ഒരു ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും പാഠഭാഗങ്ങളൊക്കെയാണ് നോക്കിയിട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പം മാത്സിലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ആ ഒരു പാഠഭാഗം നിങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക, മാത്സിലൊരു ടോപ്പിക്ക് തന്നിട്ട് എങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് നെർവസ് ആയി പോകും. കാരണം ഞാനിപ്പോൾ സയൻസിലെ പല ഭാഗങ്ങളും നോക്കി പോയിട്ടുണ്ടാവും. ബിക്കോസ് എൻ്റെ സബ്ജക്റ്റ് സയൻസ് ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയത്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവിടെ എത്തുന്ന സമയത്ത്. സോ മാത്സും എല്ലാ ഭാഗവുമായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം. അത് നിങ്ങൾക്കും ഉപകാരപ്പെടും, എനിക്കും ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മാറിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. ആ ടെക്സ്റ്റൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ PDF ഒക്കെ ഒന്ന് സംഘടിപ്പിക്കണം. എന്നിട്ട് ക്ലാസ്സുകൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോറി, ഞാനങ്ങനെ ക്ലാസ്സുകൾ ചെയ്യില്ല എന്ന് പറയുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാടൊന്നും എൻ്റെ അടുത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. 2027 LPUP ആകുമ്പോഴേക്കും ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യണം. ഞാൻ നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. ഞാനും പ്രിപ്പയർ ചെയ്യണമല്ലോ നിങ്ങളൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ SCRTൻ്റെ സീരീസാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്, 5 മുതൽ 7 വരെ കേട്ടോ. ഒപ്പം കൂടേണ്ടവർക്കൊപ്പം കൂടാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് പറയാം. NCERT ഒന്നും പോയിൻ്റൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ സയൻസൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് SCRT പാഠപുസ്തകത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഗൈഡും ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുക. എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.